യൂർഗൻ, അവിടെ ഗാലറിയിൽ എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. മൊറോക്കോയുമായുള്ള മത്സരത്തിനായി ഫോക്സ്ബറോയിലെ മൈതാനത്തിന് വെളിയിൽ ഫ്രഞ്ച് താരങ്ങൾക്കൊപ്പം വാമപ്പ് ചെയ്യുകയായിരുന്നു സൂപ്പർ താരം കിലിയൻ എംബാപ്പെ. ഇതിനിടെയാണ് ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്ത് ജർമ്മൻ മീഡിയയ്ക്ക് വേണ്ടി കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുൻ ലിവർപൂൾ പരിശീലകനും പുതിയ ജർമ്മൻ കോച്ചുമായ യൂർഗൻ ക്ലോപ്പിനെ എംബാപ്പെ കാണുന്നത്. അദ്ദേഹത്തിനരികിലേക്ക് ഓടിയെത്താൻ എംബാപ്പയ്ക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഓടിച്ചെന്ന് ക്ലോപ്പിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, യൂർഗൻ, അവിടെ ഗാലറിയിൽ എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. ഗാലറിയിൽ ഇരുന്ന അമ്മയെ ചൂണ്ടിക്കാട്ടി എംബാപ്പെ പറഞ്ഞു. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാതെ പോയതിനെക്കുറിച്ചാകാം എംബാപ്പെ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അമ്മയെ നോക്കി കൈവീശി കാണിക്കുമ്പോൾ ക്ലോപ്പ് ശരിക്കും കാലത്തിന് പുറകോട്ട് സഞ്ചരിക്കുകയായിരുന്നു. 2017 എംബാപ്പെ മൊണോക്കോയിൽ കരിയർ വിസ്മയം തുടങ്ങിയ സമയം. അന്ന് ഇന്ന് കാണുന്ന സൂപ്പർ താരമായി എംബാപ്പെ വളർന്നിട്ടൊന്നുമില്ല. ചെക്കൻ്റെ പൊട്ടൻഷ്യൽ കണ്ട് ലിവർപൂൾ FC അവനെ ടീമിലെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഇതിഹാസ പരിശീലകൻ ക്ലോപ്പ് ആൻഫീൽഡിനെ ഉടച്ചു വാർക്കുന്ന സമയത്ത് ഹെവി മെറ്റൽ ഫുട്ബോളിന് എംബാപ്പെ യോജിച്ചവനാണെന്ന് ക്ലോപ്പിന് ഉറപ്പുണ്ടായിരുന്നു. മെസ്സിക്കും റൊണാൾഡോയ്ക്കും ശേഷം അടുത്ത വലിയ സൂപ്പർ താരം എംബാപ്പയാണെന്ന് LFCക്ക് ഉറപ്പുണ്ടായിരുന്നു. താരത്തെ ലിവർപൂളിലെത്തിക്കാൻ ക്ലോപ്പ് വലിയ ശ്രമങ്ങൾ നടത്തി. മറ്റാരും അറിയാതിരിക്കാൻ കാര്യങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് നടത്തിയത്. ക്ലോപ്പും ലിവർപൂൾ മാനേജ്മെന്റും ചേർന്ന് ഇതിനു വേണ്ടി ഒരു അതീവ രഹസ്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ബ്ലാക്ക്പൂളിൽ നിന്നും നൈസിലേക്ക് അവർ ഒരു പ്രൈവറ്റ് ജെറ്റ് ചാർട്ടർ ചെയ്തു. എംബാപ്പയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ വെച്ച് അന്ന് ആ വിമാനത്തിൽ കയറി. മാധ്യമങ്ങൾ ആരും കാണാതിരിക്കാൻ വിമാനം ആകാശത്ത് വട്ടമിട്ട് പറക്കുക മാത്രമാണ് ചെയ്തത്. ആ ചർച്ച മണിക്കൂറുകൾ നീണ്ടു. ഏകദേശം 500 മില്യൺ യൂറോയോളം ഈ കൂടിക്കാഴ്ചയ്ക്കായി ചെലവിട്ടു. എല്ലാം ഏറെക്കുറെ ഡീലെന്ന് ഉറപ്പിച്ച സമയം. അമ്മയായ ഫൈസൽ അമരിക്ക് ലിവർപൂൾ ക്ലബിനോട് കടുത്ത ആരാധനയുണ്ട്. തൻ്റെ മകനെ റെഡ്സിലേക്ക് വിടാൻ ഏറ്റവും താല്പര്യം ആ അമ്മയ്ക്ക് തന്നെയായിരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എംബാപ്പെ എത്തിയത് PSG. അവിടെ എത്തി കരാറും ഒപ്പിട്ടു. ഫ്രഞ്ച് ക്ലബ് മുന്നോട്ട് വെച്ച ഓഫറുകൾക്ക് എംബാപ്പയ്ക്കും കുടുംബത്തിനും നിരസിക്കാനാവുന്നതല്ലായിരുന്നു. ലിവർപൂളിൻ്റെ ചരിത്രത്തിൽ ഒരു താരത്തെ ടീമിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും ചെലവേറിയ നോൺ ട്രാൻസ്ഫർ, അതായത് ഒരു താരത്തെ കിട്ടാതെ പോയ ചർച്ച ഇതായിരുന്നുവെന്ന് ക്ലോപ്പ് തമാശയോടെ ഈ കാര്യം ഓർക്കുന്നു. ഈ കഥ പുറത്തായതോടുകൂടി എംബാപ്പെ എന്ന് ലിവർപൂളിൽ വന്നിരുന്നെങ്കിൽ മുഹമ്മദ് സലാ, മാനെ, എംബാപ്പെ ത്രയം ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചേനെ എന്നാണ് ആരാധകരുടെ കമൻറ്റ്. ഫുട്ബോളും ട്രാൻസ്ഫറുകളും അങ്ങനെയാണ്. എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും വിരൽത്തുമ്പിൽ നിന്ന് അവ വഴുതിപ്പോകും. എങ്കിലും അത് സമ്മാനിച്ച ഓർമ്മകൾ എന്നും ആകാശത്തോളം മനോഹാരിതയുണ്ടാകും.